പ്രീമിയർ ലീഗ്, ദ ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ്. ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഫേസ് കഴിഞ്ഞപ്പോൾ 5 പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായിരുന്നു നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടിയത്. പ്ലേ ഓഫ് കഴിഞ്ഞ് ന്യൂകാസിൽ കൂടി ചേർന്നതോടെ ഇംഗ്ലീഷ് ക്ലബ്ബുകളുടെ എണ്ണം 6 മാറി. അതോടെ യൂറോപ്പിൽ ഇംഗ്ലണ്ടിനെ വെല്ലാൻ ആരുമില്ല എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ റൗണ്ട് ഓഫ് 16ൻ്റെ ആദ്യപാദ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ എല്ലാം മാറി മറിഞ്ഞു. ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായ ലിവർപൂൾ തുർക്കിയിൽ വീണു. ലീഗ് ലീഡേഴ്സായ ആഴ്സണൽ ലെവർക്യൂസനിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. സിറ്റിയും ചെൽസിയും ടോട്ടൻഹാമും എവേ ഗ്രൗണ്ടുകളിൽ തകർന്നടിഞ്ഞു. ഒരു ക്ലബിന് പോലും ജയിക്കാനായില്ല. ആകെ ബാഴ്സയെ സമനിലയിൽ കുടുക്കിയ ന്യൂകാസിൽ മാത്രമാണ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. സോ എന്തുപറ്റി ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക്? എന്താണ് ഇതിനെല്ലാം കാരണം? ആദ്യപാദ മത്സരങ്ങൾക്ക് ശേഷം പല മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതിലെല്ലാം പൊങ്ങി വന്നൊരു കാരണമായി പറയുന്നത് എവേ ഗ്രൗണ്ടുകളാണ്. 6ൽ 5 പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും കളിച്ചത് എവേ ഗ്രൗണ്ടിലായിരുന്നു. ലീഗ് ഫേസിൽ ആദ്യ 8ൽ ഫിനിഷ് ചെയ്യുമ്പോൾ ആനുകൂല്യമായാണ് രണ്ടാം പാദം ഹോമിൽ കളിക്കാനുള്ള അവസരം നൽകുന്നത്. പക്ഷേ എവേ ഗ്രൗണ്ടിൽ പോയ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും വമ്പൻ തോൽവികളാണ് ഏറ്റുവാങ്ങിയത്. റയൽ മാഡ്രിഡും PSG ആകട്ടെ അവസരം മുതലെടുക്കുകയും ചെയ്തു. ഇനി വലിയ ഗോൾ മാർജിൻ സ്വന്തം തട്ടകത്തിൽ എങ്ങനെ മറികടക്കുമെന്നാണ് സിറ്റിയും ചെൽസിയും ടോട്ടൻഹാമും ചിന്തിക്കുന്നുണ്ടാകുക. ശരിക്കും ആദ്യപാദ മത്സരങ്ങൾ ഹോമിൽ കളിക്കുന്നതാണോ നല്ലതെന്ന ചിന്തയും വന്നിട്ടുണ്ടാകും. എന്തായാലും സെക്കൻഡ് ലെഗിൽ കണ്ടറിയാം. മറ്റൊരു പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ഫെറ്റീഗ് അഥവാ ക്ഷീണം എന്നതാണ്. പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ കോമ്പറ്റീറ്റീവ്നെസ്സും ഫിസിക്കാലിറ്റിയും കണ്ടിട്ടുള്ള ചിന്തിച്ചിട്ടുണ്ടാകും എങ്ങനെ ഇവരിത് കളിക്കുന്നുവെന്ന്. പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെക്കാൾ കൂടുതൽ മത്സരങ്ങൾ മറ്റൊരു ക്ലബ്ബും കളിച്ചിട്ടില്ല. അത്ലറ്റിക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ സീസണിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ച ടീമുകളുടെ പട്ടികയിൽ ആദ്യ 6 സ്ഥാനങ്ങളും കരസ്ഥമാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബുകളാണ്. അതിൽ 5ഉം ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16ൽ കളിക്കുന്നു. ന്യൂകാസിൽ 48 മത്സരങ്ങൾ, ആഴ്സണൽ 47, സിറ്റിയും ചെൽസിയും 46 വീതം. 44 മത്സരങ്ങളുമായി ലിവർപൂൾ, 42 എണ്ണവുമായി ടോട്ടൻഹാം. ചുരുക്കി പറഞ്ഞാൽ ലിസ്റ്റിൽ ടോപ്പ് 10ൽ ഈ പറഞ്ഞ 6 ക്ലബ്ബുകളും ഇടം പിടിച്ചിരിക്കുന്നു. എല്ലാവരും 40 മത്സരങ്ങളേക്കാൾ കൂടുതൽ കളിച്ചിട്ടുണ്ട്. മറ്റൊരു കണക്ക് പ്രകാരം യൂറോപ്പിലെ കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ടോപ്പിൽ ന്യൂകാസിലിൻ്റെ മാലിക് തിയാവും, രണ്ടാം സ്ഥാനത്ത് ലിവർപൂൾ ക്യാപ്റ്റൻ വിർഗിൽ വാൻഡൈക്കുമാണ്. ഇരുവരും 3700 മിനിറ്റിന് മുകളിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിച്ചിൽ ഏറ്റവും കൂടുതൽ സ്പ്രിന്റ് ചെയ്യുന്നതും പ്രീമിയർ ലീഗ് താരങ്ങളാണ്. എല്ലാ കണക്കുകളും ചൂണ്ടിക്കാണിക്കുന്നത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ ഓവർലോഡ് ചാമ്പ്യൻസ് ലീഗിൽ അവരെ വല്ലാതെ തളർത്തിയെന്നതാണ്. പക്ഷേ ഈ ക്ഷീണത്തിന് മേൽ എല്ലാ പഴിയും ചാർത്താനാകുമോ? ശരിയാണ്, ആഴ്ചയിൽ 3 തവണ ഹൈ ക്വാളിറ്റി മത്സരം കളിച്ചാൽ ക്ഷീണമുണ്ടാകും. പക്ഷേ അതേസമയം ട്രാൻസ്ഫർ വിൻഡോയിൽ പണമൊഴുക്കുന്ന ഇംഗ്ലീഷ് ക്ലബ്ബുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടുതൽ മത്സരങ്ങൾ കളിക്കുമ്പോൾ താരങ്ങൾക്ക് ക്ഷീണമുണ്ടാകുന്നുവെങ്കിൽ കൂടുതൽ താരങ്ങളെ എത്തിച്ച് അത് പരിഹരിക്കാമല്ലോ എന്നാണ് ഇവിടെ ഏറ്റവും വലിയ ചോദ്യമായി കാണുന്നത്. എന്തുകൊണ്ട് അവരിത് ചെയ്യുന്നില്ല? അത്ലറ്റിക്കിൻ്റെ ജെയിംസ് ഹോൺകാസിൽ പറയുന്ന പ്രകാരം ക്ഷീണമല്ല, മറിച്ച് ഉള്ള റിസോഴ്സസ് മര്യാദയ്ക്ക് ഉപയോഗിക്കാത്തതാണ് ഇംഗ്ലീഷ് ക്ലബ്ബുകളുടെ പരാജയത്തിന് പ്രധാന കാരണം. മോശം റിക്രൂട്ട്മെൻറ്റ്, ക്ലബ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, കോച്ചിങ് അല്ലെങ്കിൽ ടാക്റ്റിക്കൽ മിസ്ഹാപ്സ് അഥവാ അബദ്ധങ്ങൾ, ഇവയാണ് അത്ലറ്റിക് പ്രശ്നങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. പണം എത്ര വാരിയെറിഞ്ഞിട്ടും ടീമിൽ ബാലൻസ് കണ്ടെത്താനാകാത്ത ലിവർപൂൾ, താരങ്ങളുടെ അതിപ്രസരമുണ്ടായിട്ടും കോമ്പിനേഷൻ കണ്ടെത്താനാകാത്ത ചെൽസി, ഇതെല്ലാം ട്രാൻസ്ഫർ വിപണിയിലെ മോശം തീരുമാനങ്ങളുടെ ഉദാഹരണമാണ്. ജനുവരിയിൽ വമ്പൻ താരങ്ങളെ എത്തിച്ച് ടീമിനെ ശക്തമാക്കിയ മാൻ സിറ്റി പക്ഷേ പരിക്കുകളാൽ വലയുന്ന റയൽ മാഡ്രിഡിന് മുന്നിൽ വീണു. മോശം റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ എത്തിച്ച താരങ്ങൾക്ക് ടീമിനൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. ചെൽസിയും ടോട്ടൻഹാമും സീസണിൻ്റെ ഇടയിൽ പരിശീലകരെ മാറ്റിയതും അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇവിടെ എടുത്തു പറയണം. തോൽവി നേരിട്ട വമ്പന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ കോച്ചിങ് പ്രശ്നങ്ങളും ഇവിടെ പറയണം. ചാമ്പ്യൻസ് ലീഗിൽ ഒരിക്കൽ പോലും കളിക്കാത്ത ചെക്ക് കീപ്പർ ആന്റോണിൻ കിൻസ്കി കളത്തിലിറക്കിയ ഇഗോർ ട്യൂഡോറിൻ്റെ തീരുമാനം പലരും വിമർശിച്ചതാണ്. താരം നടത്തിയ 2 പിഴവുകളാണ് അവരുടെ തോൽവിയുടെ ആഘാതം കൂട്ടിയത്. PSG-ക്കെതിരായ നിർണായക മത്സരത്തിൽ ഗോൾ കീപ്പർ സ്ഥാനത്ത് സാഞ്ചസിന് പകരം യോർഗൻസിനെ കൊണ്ടുവന്ന റൊസന്നിയുടെ തീരുമാനവും വലിയ വിമർശനങ്ങൾ നേരിട്ടു. ബെർണബുവിൽ മാൻ സിറ്റിയുടെ തോൽവിയിൽ വിനയായത് പെപ് ഗോർഡിയോളയുടെ പ്ലെയർ ചോയ്സസ് ആണെന്നും പല പണ്ഡിറ്റുകളും വാദിക്കുന്നു. ആർനെ സ്ലോട്ടിൻ്റെ തീരുമാനങ്ങളെ സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ പല മാധ്യമങ്ങളും ലിവർപൂൾ ആരാധകരും വിമർശിച്ചു വരുന്നുണ്ട്. രണ്ടാം പാദം സ്വന്തം തട്ടകത്തിലാണെങ്കിലും വലിയ കടമ്പയാണ് മാൻ സിറ്റി, ചെൽസി, ടോട്ടൻഹാം ടീമുകൾക്ക് മറികടക്കാനുള്ളത്. താരതമ്യേന കടുപ്പം കുറവുള്ളത് ലിവർപൂളിനാണ്. ഒരു ഗോളിൻ്റെ ഡെഫിസിറ്റ് മാത്രമാണ് അവർക്ക് മറികടക്കാനുള്ളത്. ന്യൂകാസിലാകട്ടെ ക്യാമ്പ് നൗവിലാണ് രണ്ടാം പാദം കളിക്കുന്നത്. മത്സരം സമനിലയിലായതിനാൽ 1 ഗോൾ കണ്ടെത്തുകയും വേണം, ബാഴ്സയുടെ അറ്റാക്കിംഗ് പവറിനെ പിടിച്ചു കെട്ടുകയും വേണം. രണ്ടാം പാദത്തിൽ ഇംഗ്ലീഷ് ക്ലബ്ബുകൾ തിരിച്ചു വരുമോ, അതോ ഇവരുടെ ആധിപത്യം ഇവിടെ അവസാനിക്കുമോ? കമൻറ്റ് ചെയ്യൂ.